നമസ്കാരം സുഹൃത്തുക്കളെ, വരാൻ പോകുന്ന പരീക്ഷകളെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് PSC ചോദിച്ച മുൻകാല ചോദ്യങ്ങൾ പരിചയപ്പെടുകയാണ്. അതിൽ നമ്മൾ 8ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വരാൻ പോകുന്ന കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് ആയിക്കോട്ടെ, ഏതാണെങ്കിലും BFA, ബെവ്കോയുടെയോ കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റന്റോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റോ ഏത് എക്സാം ആണെങ്കിലും ശരി, അതിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികള് പ്രിലിംസ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോ ഓരോന്നായിട്ട് ചെയ്തു വരുന്നത്. അപ്പൊ ഇത് 8ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. പ്രിലിംസ് നിലവാരത്തിൽ നടത്തിയ 8ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിക്കുന്ന ശരിയായവ ഏതാണ്? കേരള പോലീസിനെ കുറിച്ചിട്ടാണ് ചോദ്യം. ആൻസർ 1ഉം 2ഉമാണ്. മൃദുഭാവേ ദൃഢകൃതേ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. മൃദുഭാവേ ദൃഢകൃതേ ശരിയാണ്. കേരള പോലീസിന്റെ ആസ്ഥാനം എവിടെയാണ്? കേരള പോലീസിന്റെ ആസ്ഥാനം എവിടെയാണ്? താഴെ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോ പോലീസ് സേനയുടെ മേധാവി ആരാണ്? DGP ആണ് കേട്ടോ. കേരള പോലീസിന്റെ ആസ്ഥാനം താഴെ കമന്റ് ചെയ്യുക കേട്ടോ. മൃദുഭാവേ ദൃഢകൃതേ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. പോലീസ് സേനയുടെ മേധാവി DGP ആണ് കേട്ടോ. DGP. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായിട്ടുള്ള ജോഡി. ബക്രാനങ്കൽ സത്ലജിലാണ് അല്ലെ? ബക്രാനങ്കൽ ഏതിലാണ്? സത്ലജിലാണ് അല്ലെ? ആണോ? ആണ്. ആണോ? ആണ്. അപ്പൊ ഒന്ന് എന്തായാലും ഓപ്ഷൻ വരണം. അപ്പൊ ഇതില്ല എന്നുള്ളത് മനസ്സിലായി. ഹിരാക്കുഡ് എവിടെയാണ്? മഹാനദിയിലാണ്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ 2 ഓപ്ഷൻ എന്തായാലും ഏതിലുണ്ടാകണം? ഇതിലുണ്ടാവണം അല്ലെ? പിന്നെ തെഹ്രി ഡാം എവിടെയാണ്? തെഹ്രി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സർദാർ സരോവർ എവിടെയാണ്? നർമ്മദയിലാണ് അല്ലെ? സർദാർ സരോവർ നർമ്മദ. അപ്പൊ 1, 2, 4 ആൻസർ വരുന്നത് കേട്ടോ. 1, 2, 4. ബക്രാനങ്കൽ സത്ലജ് നദിയിലും ഹിരാക്കുഡ് മഹാനദിയിലും സർദാർ സരോവർ നർമ്മദയിലുമാണ്. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയിട്ടുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1ഉം 2ഉം 3ഉം ശരിയാണ് കേട്ടോ. കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് വാഗ്ഭടാനന്ദ ഗുരു ജനിച്ചത്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. ബക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ബക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇതിൽ ആൻസർ ഡിലീഷൻ ആണ് കേട്ടോ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? വൈക്കം സത്യാഗ്രഹം 1924 നടന്നതാണ്. 1, 2, 3ഉം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. സവർണ ജാഥ ഇതിനോടനുബന്ധിച്ച് നടത്തിയതാണ്. ആരാണ് സവർണ ജാഥ നടത്തിയത് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചിട്ട്? മന്നത്ത് പത്മനാഭൻ. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. ശരിയാണ്. അതുകൊണ്ട് EV രാമസ്വാമി നായ്ക്കർ വൈക്കം ഹീറോ എന്ന് അറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. അതിന് ഇത് അറിയപ്പെടാൻ കാരണം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ്. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് സേതുലക്ഷ്മി ആയിരുന്നു. എന്നാൽ സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് ശ്രീമൂലം തിരുനാളായിരുന്നു കേട്ടോ. ക്ഷേത്ര പ്രവേശനമായിരുന്നില്ല. ക്ഷേത്രത്തിന് പരിസരത്തിന് അടുത്തുകൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനാണ് കേട്ടോ. ക്ഷേത്രത്തിലേക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടല്ല, ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടിയിട്ട് നടന്നത് ഗുരുവായൂർ സത്യാഗ്രഹമാണ് കേട്ടോ. പക്ഷെ അതിന് ചുറ്റും ഉള്ള നടക്കാൻ വേണ്ടിയിട്ടാണ് വൈക്കം സത്യാഗ്രഹം. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് ഏതാണ്? പെടാത്തത് 4 മാത്രമാണ് കേട്ടോ. സതിഹിത ബോധിനിയല്ല, പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, തുഹ്ഫത്തുൽ മുവഹിദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്. 3ഉം രാജാറാം മോഹൻ റോയുടേതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി 2ഉം 3ഉം ആണ്.
ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ്. മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ടുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? എല്ലാം ശരിയാണ്. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയിം താലിം വിദ്യാഭ്യാസ പദ്ധതി. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920 ശരിയാണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? തെറ്റായ ജോഡി ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ജനീവയാണ് തെറ്റ്. ADBയുടെ ആസ്ഥാനം മനിലയാണ്. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ്. ഗ്രീൻ പീസിന്റെ ആസ്ഥാനം ആംസ്റ്റർഡാം. ഇന്റർപോളിന്റെ ആസ്ഥാനം ലിയോൺ. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ഇന്ത്യ വിൻസ് ഫ്രീഡം മൗലാന അബ്ദുൽ കലാം ആസാദ്. അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് നംച പർവ. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിന് കരേവ. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം റാറ്റ് ഹോൾ മൈനിങ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാനപ്പെട്ട ഘടകം ടൈറ്റാനിയം ഓക്സൈഡ് ആണ്. ടൈറ്റാനിയം ഓക്സൈഡ് മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പൊളിഞ്ഞു ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓക്സ്ബോ തടാകങ്ങൾ. നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് കേട്ടോ. നറൗറ ആണവ നിലയം ഉത്തർപ്രദേശിലാണ്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്ന കഴിഞ്ഞ വർഷം ബ്രിക്സ് ഉച്ചകോടി നടന്നത് റഷ്യയിലെ കസാനിലാണ് കേട്ടോ. റഷ്യയിലെ കസാനിലാണ് 2024 ബ്രിക്സ് ഉച്ചകോടി നടന്നത്. 2025 ഇത് വന്നിട്ട് 16ാമത് ബ്രിക്സ് ഉച്ചകോടിയാണ്. 2025 അതായത് ഈ വർഷം 17ാമത് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് റിയോ ഡി ജനീറോ ബ്രസീൽ. ഇപ്പൊ നമ്മൾ ഈ കറന്റില് ബ്രിക്സ് ഉച്ചകോടി റിയോ ഡി ജനീറോ ബ്രസീലിലാണ്. അടുത്ത വർഷം 2026 ഇന്ത്യയിലാണ്. 2027 ചൈനയിലാണ് കേട്ടോ. ബ്രിക്സ് നമുക്കറിയാം റഷ്യയിലെ കസാനില് 2024 കഴിഞ്ഞു. ഇനി അടുത്തത് ഐ അപ്പൊ 2025 ഇവിടെ. അടുത്ത ചൈന 2026 സോറി ഇപ്പൊ നമ്മള് പറഞ്ഞ തെറ്റിയില്ലേ. ബ്രിക്സ് 2024 ഓക്കെ. റഷ്യ പിന്നെ ബ്രസീൽ വന്നു കേട്ടോ. 2025 ബ്രസീൽ വന്നു. വീണ്ടും 2026 ഇന്ത്യ. ചൈന 2027. ഇപ്പൊ 17ാമതാണ്. ഇന്ത്യയിൽ 18ാമത്തെയാണ് നടക്കുന്നത്. ചൈനയിൽ 19ാമത്തെ ബ്രിക്സ് ഉച്ചകോടി. ഗുർ ഗണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഗുർ ഗണ്ഡസാരി എന്നീ പദങ്ങൾ പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്. ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായിട്ട് കണ്ടുവരുന്നത് മാംഗനീസ് നിക്ഷേപം ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ്. ഏറ്റവും കൂടുതലായിട്ട് മാംഗനീസ് കണ്ടുവരുന്നത് ഒഡീഷയിലാണ് കേട്ടോ. ഇപ്പൊ കറന്റ് അഫയറിൽ പഠിക്കുകയാണെങ്കിൽ മാംഗനീസ് ഏറ്റവും കൂടുതൽ ഒഡീഷയിലാണ്. അതായത് 100ൽ 34% ഒഡീഷയിലാണ്. രണ്ടാം സ്ഥാനം വന്നിട്ട് മധ്യപ്രദേശാണ് കേട്ടോ. രണ്ടാം സ്ഥാനം മധ്യപ്രദേശ്, അതായത് 28% മധ്യപ്രദേശിലാണ്. മൂന്നാം സ്ഥാനം മഹാരാഷ്ട്രയിലാണ്, ഏകദേശം 21% മഹാരാഷ്ട്രയിലാണ്. നാലാം സ്ഥാനം വന്നിട്ട് കർണാടകയാണ് കേട്ടോ. കർണാടകയിലാണ്, ഏകദേശം ഒരു 11% കർണാടകയിലാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഒഡീഷയാണ്. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ആഗോള സുസ്ഥിര വികസനം. ആഗോള സുസ്ഥിര വികസനം അജണ്ട 21. ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, മെഡിക്കൽ ഇൻഷുറൻസ് കിട്ടുന്നത് ഏത് പ്രായപരിധിയിലുള്ളവരെയാണ്? ജൻ ആരോഗ്യ യോജന 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം? ദേശീയ ഹരിത ട്രൈബ്യൂണൽ എപ്പോഴാ? 2010 കേട്ടോ. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം? ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ചത് കേരളമാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധം ഇല്ലാത്തത്? നിസ്സഹകരണം, സഹകരിക്കാതിരിക്കുക. തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിച്ചു അല്ലേ. പിന്നെ നികുതി നൽകാതിരിക്കുക. ഫ്യൂഡൽ നികുതി നൽകുവോ? ഇല്ല അല്ലെ. അപ്പൊ ആൻസർ ഏതാ വരിക?
രണ്ട് മാത്രം അല്ലേ, ബന്ധമില്ലാത്തത് രണ്ട് മാത്രമാണ്. താഴെ പറയുന്നവയിൽ ശ്രീ നാരായണ ഗുരു രചിച്ച ഗ്രന്ഥം, ശ്രീ നാരായണ ഗുരുവിന്റെ ഗ്രന്ഥം നവമഞ്ചരിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ഗ്രന്ഥം. ആദ്യ ഭാഷ ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. അരുൾനൂൽ വൈകുണ്ഠ സ്വാമികളുടേതാണ്. വേദാധികാര നിരൂപണവും ചട്ടമ്പി സ്വാമികളുടേതാണ്. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ഹാരപ്പൻ പ്രദേശം ഏതാണ്? ധോളവീര. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധം ഇല്ലാത്ത പ്രസ്താവന ഏതാണ്? ബന്ധം ഇല്ലാത്ത പ്രസ്താവന ഏതാണ്? ഒന്ന് മാത്രം ട്ടോ. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആനി ബസന്റ് ആണ്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആനി ബസന്റ്. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് അല്ലെ, അടയാർ ആസ്ഥാനമാക്കിയിട്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചതും ആനി ബസന്റ് ആണ്. പാഞ്ചാലി ശബദം എഴുതിയത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതി. പാഞ്ചാലി ശബദം സുബ്രഹ്മണ്യ ഭാരതി. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് EV രാമസ്വാമി നായ്ക്കർ. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം തെലങ്കാന. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ആൻസർ എ ആണ്. 1D സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെ ആർട്ടിക്കിളിലും സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയും ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 മുതൽ 24 വരെയും വകുപ്പ്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഇവയെല്ലാം ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ആരാ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ്. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ശരിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ശരിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 വയസ്സാണ്. ശരിയാണോ? തെറ്റാണ് അല്ലെ, 65 വയസ്സാണ്. അപ്പൊ 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ് അല്ലെ. 1953 ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്ര എന്ന സ്റ്റേറ്റ് രൂപം കൊള്ളുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആണ്. ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷനാണ് രംഗനാഥ മിശ്ര. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായിട്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ് കേട്ടോ. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32 അല്ലെ. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. 226 പ്രകാരമാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ആനന്ദമഠം എന്ന നോവലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. താഴെ പറയുന്ന പേരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? ഇവരെല്ലാം അമ്മു സ്വാമിനാഥൻ, രാജ്കുമാരി അമൃത് കൗർ, ദാക്ഷായിനി വേലായുധൻ, സരോജിനി നായിഡു ഇവരെല്ലാം ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായല് വേമ്പനാട്ട് കായലാണ്. കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരിയാണ്.
കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി, കിഴക്കോട്ട് എത്ര നദികൾ ഒഴുകുന്നുണ്ട്? 3 നദി കിഴക്കോട്ട് ഒഴുകുന്നുണ്ട്. അതിൽ ഒന്നാണ് കബനി, രണ്ടാമത് കമ്പനി, ഭവാനി, പാമ്പാർ. 3 എണ്ണമാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. ഇതൊക്കെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ്. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം. ഹോക്കിയില് വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം. ഹോക്കി എന്ന് പറയുമ്പോൾ മലയാളി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിയ ശ്രീജേഷിന് വിട്ട് കളിയില്ല അല്ലെ. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഇരവികുളം വരയാടാണ്. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? രാമനാട്ടം എന്ന കലാരൂപത്തിൽ നിന്നാണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? ഏറ്റവും വടക്ക് മഞ്ചേശ്വരമാണ് അല്ലെ. കാസർഗോഡുള്ള മഞ്ചേശ്വരമാണ്. കേരളത്തിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ചിങ്ങം 1 കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം. കായംകുളത്തില് നാഫ്തയാണ് കേട്ടോ. കായംകുളത്തില്. ബ്രഹ്മപുരത്തിൽ ഏതാണ്? ഡീസലാണ്. ബ്രഹ്മപുരം, എറണാകുളത്ത് നിൽക്കുന്ന ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകര, കൊല്ലം. 1812 വയനാട്ടിൽ നടന്ന കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. കുറിച്യർ കലാപം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് 1ഉം 4ഉം കേട്ടോ. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിന് ഇടയാക്കി. ശരിയാണ്. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി ആയിരുന്നു കേട്ടോ. കലാപത്തെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യം ലോഗൻ കമ്മീഷൻ നിയമിച്ചതല്ല. മലബാർ കലാപത്തെ കുറിച്ച് പഠിക്കാനാണ് വില്യം ലോഗൻ കമ്മീഷനെ ഏർപ്പാടാക്കുന്നത് കേട്ടോ. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന. നിഹോൺ ഹിഡാൻക്യോ അല്ലെ. നിഹോൺ ഹിഡാൻക്യോ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി. കാരിച്ചാൽ ചുണ്ടനാണ് കേട്ടോ. കാരിച്ചാൽ ചുണ്ടൻ. ചുവടെ പറയുന്നവരിൽ ശരിയായ ജോഡി ഏതാണ്? പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി അദ്ദേഹത്തിൻ്റെതാണ് കേട്ടോ. പണ്ഡിറ്റ് കറുപ്പന്റേതാണ് ജാതിക്കുമ്മി. വൈകുണ്ഠ സ്വാമികളുടേതാണ് അഖിലത്തിരുട്ട് കേട്ടോ. അഖിലത്തിരുട്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് ദർശനമാല. ചട്ടമ്പി സ്വാമികളുടേതാണ് പ്രാചീന മലയാളം. അപ്പൊ ചട്ടമ്പി പ്രാചീന മലയാളം, അഖിലത്തിരുട്ട് വൈകുണ്ഠ സ്വാമികൾ, ദർശനമാല ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പന്റേതാണ് ജാതിക്കുമ്മി. 2025 പ്രഥമ ഗോഗോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. വിജയിച്ചതും ഇന്ത്യ തന്നെയാണ് കേട്ടോ. BT ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അതൊരു നാടകമാണ്. ചോദ്യം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നാടകമാണോ നോവലാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വതന്ത്ര സമര പോരാളി അക്കാമ ചെറിയാനാണ്. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്? ഡോക്ടർ KP മേനോൻ. കീഴരിയൂർ ബോംബ് കേസ്, അതായത് ക്വിറ്റ് ഇന്ത്യ 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി കേരളത്തിൽ അരങ്ങേറിയ ഒരു സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. അതിൽ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് KP മേനോൻ. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതി കൂട്ട്. മഹാകവി G ശങ്കരക്കുറുപ്പ് രണ്ടാം ബുധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിനെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. സസ്യങ്ങളിൽ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഒവ്യൂള് വിത്താകല്. എക്സിറ്റു കൺസർവേഷന്, അതായത് പുറത്ത് ഉള്ള ഇതിൽ സംരക്ഷിക്കുക. ഇൻസിറ്റു അല്ല, എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണം. പുറത്തൊരു ആവാസ വ്യവസ്ഥയിൽ എല്ലാത്തിനെയും സംരക്ഷിക്കുന്നതിന്. എക്സിറ്റു ബൊട്ടാണിക്കൽ ഗാർഡൻ. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശാംഗം. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഗോൾഗി കോംപ്ലക്സ് ആണ്. താഴെ തന്നിട്ടുള്ളവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ഏതാണ്?
ഗ്ലോബുലിൻ ആണ് കേട്ടോ. ഗ്ലോബുലിൻ ആണ് രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ. തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് ലിപേസ് ആണ് കേട്ടോ. പ്രോട്ടിയേസും പെപ്സിനും ട്രിപ്സിനും മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമുള്ളതാണ്. പ്രോട്ടിയസ്, പെപ്സിന്, ട്രിപ്സിൻ. തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായത് വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കുറവായിരിക്കും. കുറവല്ല, കൂടുതലായിരിക്കും കേട്ടോ. വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കൂടുതലായിരിക്കും. കാരണം നമ്മുടെ ശരീരത്തിൽ വേനൽക്കാലത്ത് എന്ത് വേണം? ജലത്തിന്റെ ആഗിരണം നിലനിർത്തണമല്ലേ, ജലാംശം ഉണ്ടായിരിക്കണം. അപ്പൊ വാസോപ്രസിന്റെ അളവ് കുറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ശരീരം മൊത്തം ഡ്രൈ ആയിട്ട് മാറും. നോക്കൂ, വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു അല്ലെ. വൃക്കയിലെ ജലത്തിന്റെ പുനരാഗിരണത്തിലൂടെ വാസോപ്രസിൻ ആണ് നമ്മുടെ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നത്. അപ്പൊ വാസോപ്രസിൻ കുറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ തീരെ കൊള്ളുണ്ടാവില്ല, നമ്മളവിടെ കാറ്റ് പോകും. മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിന്റെ ഉൽപാദനം കുറവായിരിക്കും. അപ്പൊ എന്താണ്? നോർമലി നമ്മുടെ ശരീരം എന്തായിരിക്കും? ഡ്രൈ ആയിരിക്കില്ല അല്ലെ. വാസോപ്രസിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണം കുറയും. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. ശരിയും കണ്ടെത്തണം, തെറ്റും കണ്ടെത്തണം. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ്. ശരിയാണ്. ഒന്ന് എന്തായാലും വൈറസ് ആയിട്ട് വരണം അല്ലെ. ശരിയായ പ്രസ്താവനയാണ്. ഒന്ന് ശരിയാകും വേണം. പിന്നെ ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗമാണ്. ശരിയാണ് അല്ലെ. 1ഉം 2ഉം ശരിയാണ്. ഡിഫ്തീരിയ, മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ്. വൈറസ് രോഗങ്ങളാണോ? 3 തെറ്റാണ് അല്ലെ. 3 തെറ്റാണ്. ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ എന്നിവയ്ക്ക് കാരണം ബാക്ടീരിയ ആണ്. അല്ല, വൈറസ് ആണ്. അപ്പൊ 1ഉം 2ഉം ശരി, 3ഉം 4ഉം തെറ്റ്. ക്യൂണി കൾച്ചർ താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യൂണി മുയൽ വളർത്തലാണ്. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സന്ധി തെന്നി നീങ്ങുന്ന സന്ധി. സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. പേശികോശത്തിനും ന്യൂറോണിനും ഇടയിലാണ് സിനാപ്സ് കാണപ്പെടുന്നത് കേട്ടോ. പേശികോശത്തിനും ന്യൂറോണിനും ഇടയിൽ സിനാപ്സ് കാണുന്നു. 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമാണ് ഫ്ലൂറിൻ ട്ടോ. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അൽ നിക്കോ ആണ് കേട്ടോ. അൽ നിക്കോ. അപ്പൊ അൽ നിക്കോയിൽ എന്തൊക്കെയുണ്ട്? അലുമിനിയം ഉണ്ട്, നിക്കൽ ഉണ്ട്, കൊബാൾട്ട് ഉണ്ട്, പിന്നെ കോമൺ ആയിട്ട് അയണും ട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏതാണ്? തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏതാണ്? അല്ലാത്തത് ബേക്കലൈറ്റ് ആണ്. പ്രോട്ടോണിന് ആ പേര് നൽകിയത് റൂദർഫോർഡ് ആണ് കേട്ടോ. പ്രോട്ടോണിന് പേര് നൽകിയത് റൂദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. LPGയിലെ മുഖ്യ ഘടകം ഏതാണ്? LPGയിലെ മുഖ്യ ഘടകം ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ്. പക്ഷെ LPG എന്ന് പറയുമ്പോൾ നമ്മള് ബ്യൂട്ടൈൻ ആണ് ആൻസർ ആയിട്ട് വരിക. പക്ഷെ ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ്. പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ്. പ്രവേഗമാറ്റത്തിന്റെ നിരക്ക്. പ്രവേഗമാറ്റത്തിന്റെ നിരക്ക് ഏതാണ്? ത്വരണമാണ് കേട്ടോ. പ്രവേഗമാറ്റത്തിന്റെ നിരക്ക് ത്വരണം. ആക്സിലറേഷൻ. ബലത്തിന്റെ യൂണിറ്റ് ഏതാ? ന്യൂട്ടൺ ആണ്. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭിക്കുന്ന ഊർജമാണ് ഗതികോർജം. ഒരു വസ്തുവിന് ചലനം ഇല്ലാതെയാണ് ലഭിക്കുന്നതെങ്കിൽ അത് സ്ഥിതികോർജം. ചലിക്കുന്നില്ല എങ്കിൽ സ്ഥിതികോർജവും, ചലിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഊർജം ഗതികോർജവുമാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത്? ഗ്രീൻ എനർജി അല്ലാത്തത് അറ്റോമിക് റിയാക്ടറുകളാണ് കേട്ടോ. അപ്പൊ ഗ്രീൻ എനർജിക്ക് ഉദാഹരണമാണ് സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, ഹൈഡ്രോ ഇലക്ട്രിക് പവർ. കടലിന്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. സോണാറിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്? സോണാറില് അൾട്രാസോണിക് തരംഗമാണ് കേട്ടോ. അടുത്തത് മാത്സിന് ഞാൻ ആൻസർ പറഞ്ഞു തരാം. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് അടിച്ചിട്ട് യൂട്യൂബിൽ നിന്ന് ക്ലാസ്സുകൾ കണ്ടിട്ട് നന്നായിട്ട് ചെയ്യാട്ടോ. ബി ആണ് 81 വരുന്നത്. 82 സി ആണ്. 83 7 ലിറ്റർ ആണ്.
84 5⁴ ആണ്. 780 രൂപ. 30 മിനിറ്റ്. 2/4 15 5/4 14 ലിറ്റർ. 94 1 93 1/4 ആണ്. ആൻസർ 1/4. 94 EV ആണ്. 95 B ആണ്. 96 63 97 2 98 16 കിലോമീറ്റർ തെക്ക്. 99 C ആണ്. 100 C ആണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടാം. കൂടെ SSCRT പുതിയ SSCRT ചെയ്തു വരുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ 1ാമത്തെ ലെസൺ കഴിഞ്ഞു. 2ാമത്തെ ലെസൺ കഴിയാനായി നിൽക്കുന്നു. അങ്ങനെ 3, 4 മറ്റേ സോഷ്യലൊക്കെ വേഗം 9, 8, 7, 6, 5 ഒക്കെ വേഗം എടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഹിസ്റ്ററി, കാലസ്ട്രി, ഇന്ത്യ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, അതേപോലെ എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള മാർക്കുകളൊക്കെ സുരക്ഷിതമായിരിക്കും കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ക്ലാസ്സുകൾ എടുക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളും വിമർശനങ്ങളും താഴെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തണം കേട്ടോ. അതേപോലെ ലൈക്ക് ചെയ്യുക. ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് പേരുണ്ടായില്ലേ, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.